ശംഭോ മഹാദേവ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശിവരാത്രി ആഗതമായിരിക്കുകയാണ്. 2026 ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് ഇത്തവണത്തെ ശിവരാത്രി. ശിവരാത്രി വ്രതം എടുക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറേയധികം കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഇടയിൽ നിന്ന് പലരും ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ശിവരാത്രിക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 11 കാര്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വ്രതമെടുക്കുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണിത്. കാര്യം ഇത് തെറ്റിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ വ്രതപുണ്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. അവർ ഇത്രയും കാലം തെറ്റായിട്ട് അതിനെ ധരിച്ച് പോന്നിട്ടുള്ളവരുണ്ട്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ തലേ ദിവസമാണോ ഉറക്കളക്കേണ്ടത്, ശിവരാത്രിക്കാണോ ഉറക്കളക്കേണ്ടത്? ശിവരാത്രി എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. അതായത് ശിവരാത്രിക്കാണ് നമ്മൾ ഉറക്കളക്കേണ്ടത്. ഭഗവാൻ ഉറക്കളച്ചിരുന്ന ദിവസം കാളകൂട വിഷം കഴിച്ച് കണ്ടത്തിൽ അത് പാർവതീദേവി തടഞ്ഞു നിർത്തി. ദേവതകളെല്ലാം ഭഗവാന്റെ ശരീരത്തിലെ ഉഷ്ണത്വം, ഭഗവാന്റെ കോപത്വം വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള ആ പ്രാർത്ഥനകളെല്ലാം ചെയ്ത് ഭഗവാനിൽ നിന്ന് അനുഗ്രഹം നേടിയെടുത്ത ദിവസമാണ്. അപ്പോൾ ആ ദിവസമാണ് നമ്മൾ രാത്രി ഉറക്കളയ്ക്കേണ്ടത്, തലേ ദിവസമല്ല. ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്, അത് തെറ്റായ രീതിയാണ്. രണ്ടാമത്തെ ചോദ്യം: ശിവരാത്രി വ്രതം എടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ ആരോഗ്യസ്ഥിതിയിലെ പ്രശ്നങ്ങൾ മൂലം രാത്രി ഉറക്കം ഇളയ്ക്കാൻ കഴിയുകയില്ല. രാത്രി ഉറങ്ങിക്കൊണ്ട് ശിവരാത്രി വ്രതം എടുക്കുന്നതിൽ തെറ്റുണ്ടോ? ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് തന്നെ ആ രാത്രി പദത്തിൽ നിന്ന് തന്നെ അത് രാത്രി ഉറക്കം ഇളയ്ക്കുന്നു എന്നുള്ള സങ്കല്പത്തിലുള്ള വ്രതമാണ്. അത് ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ശിവരാത്രിക്ക് ഉറങ്ങിക്കൊണ്ട് വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കർത്ഥത്തിൽ തന്നെ അതിൻ്റെ ഗുണം നഷ്ടമായിട്ടുണ്ടെന്നാണ് അർത്ഥം. നിങ്ങളൊരു ഭക്തൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കാം, ഒരിക്കലും ഊണൊക്കെ കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷേ രാത്രി ഉറക്കം ഇളച്ചില്ല എങ്കിൽ അത് ശിവരാത്രി വ്രതത്തിൻ്റെ പൂർണ്ണതയാകുന്നില്ല. അതിവിടെ ചേരുമ്പോഴാണ് ശിവരാത്രി വ്രതം പൂർണ്ണമാകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇനി രാത്രി ഉറക്കം ഇളയ്ക്കാൻ കഴിയാത്ത ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കോളും. അതുവരെ നിങ്ങൾ തുടർന്ന ആ വ്രതപുണ്യം നിങ്ങൾക്ക് ഗുണമായിട്ട് കിട്ടും. പക്ഷെ രാത്രി ഉറക്കം ഇളയ്ക്കാത്തതുകൊണ്ട് ആ സമയത്ത് കിട്ടേണ്ടിയിരുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടാതെയും പോകും. അതാണ് അതിൽ കുറവെന്ന് പറയുന്നത്. എന്തായാലും ഉള്ള സമയത്ത് ആരോഗ്യസ്ഥിതിയിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങിയേ പറ്റുള്ളെങ്കിൽ നിങ്ങൾ ഉള്ള സമയം വ്രതനിഷ്ഠയിൽ മുന്നോട്ട് പോകുക. ആ സമയത്തുള്ള ഗുണങ്ങളെങ്കിലും അപ്പോൾ കിട്ടുമല്ലോ. രാത്രി ഉറക്കം ഇളയ്ക്കാത്തതുകൊണ്ട് ആ രാത്രി സമയത്ത് കിട്ടുന്ന പ്രഭാവമായിട്ടുള്ള ആ ഗുണങ്ങൾ നഷ്ടമായി പോകും എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം: ശിവരാത്രി ദിവസം അമ്പലത്തിൽ നിന്നുള്ള സദ്യ കഴിക്കാമോ എന്നുള്ളതാണ്. പലപ്പോഴും പലരും ഇതിനെ തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതല്ലേ, അത് പ്രസാദമല്ലേ എന്ന് കരുതിയിട്ട് ക്ഷേത്രത്തിൽ പോയി സദ്യയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ നടക്കുന്നവരുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം പലഹാരം കിട്ടും, രാവിലെ പ്രാതലായിട്ടുള്ള പലഹാരങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വ്രതത്തിലാണ് എന്ന് കരുതി ഇരിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ശിവരാത്രി വ്രതം എടുക്കുന്നവർ അമ്പലത്തിൽ നിന്ന് കിട്ടിയാലും ശരി, എങ്ങനെയായാലും ശരി, ഒരിക്കലും ഊണ് എന്നുള്ള വ്രതനിഷ്ഠ പാലിക്കുന്നവരാണ്. അപ്പോൾ ഒരു നേരം നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കാം, മറ്റുള്ള നേരം നമ്മൾ ശരിക്കും ആഹാരം കഴിക്കാതിരിക്കണം എന്നുള്ളതാണ്. അതിന് കഴിയാത്തവർക്ക് ഫലവർഗ്ഗങ്ങൾ കഴിക്കാം. ചിലർ ഗോതമ്പൊക്കെയാണ് കഴിച്ചു പോകുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ അവരങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഒരിക്കൽ ഊണ് എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. അല്ലാതെ ക്ഷേത്രത്തിൽ നിന്നുള്ള സദ്യയൊന്നും ഈ സമയത്ത് കഴിക്കാൻ പാടില്ല വ്രതക്കാർ. നാലാമത്തെ ചോദ്യം: പീരീഡ്സ് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് വ്രതം എടുക്കാം എന്നുള്ളതാണ്. പീരീഡ്സ് കഴിഞ്ഞ് 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്രതം എടുക്കാം എന്നാണ് വിധി പറയുന്നത്. അത് ശുദ്ധമായിട്ടുണ്ടെങ്കിൽ വ്രതം എടുക്കാം. പക്ഷെ പലർക്കും ശുദ്ധത കുറവായിരിക്കും. അങ്ങനെയുള്ളവർ 10 കഴിഞ്ഞിട്ട് വ്രതം എടുക്കാവൂ. ശുദ്ധത തീരെ ഇല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ട് വ്രതം എടുക്കാവൂ. കാര്യം അങ്ങനെ ചെറിയ ശുദ്ധങ്ങളുണ്ടെങ്കിൽ പോലും അത് വ്രതത്തിനെ ബാധിക്കും. ചിലപ്പോൾ ചിലർ ഈ വ്രതം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക്
പീരീഡ്സ് സംഭവിക്കും. അപ്പോഴവർ വളരെയധികം മാനസിക വിഷമത്തിലാവും. ഞാൻ വ്രതം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആയല്ലോ, അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ ദിവസം ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞോട്ടെ, നമ്മുടെ ശരീരമാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവില്ല. മനസ്സിനെ വേണമെങ്കിൽ നമുക്ക് നിയന്ത്രിച്ചേക്കാം, പക്ഷേ ശരീരപ്രവർത്തനങ്ങളെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പീരീഡ്സ് ചിലപ്പോൾ അവിചാരിതമായിട്ട് ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടോ മറ്റൊക്കെ ഈ ദിവസം സംഭവിച്ചു വയ്ക്കാം. ആ സംഭവിച്ച പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വ്രതം നമ്മളവിടെ പൂർത്തീകരിക്കുക, പിന്നെ വ്രതം കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ളതാണ്. അതിൽ മനസ്താപമൊന്നും വേണ്ട. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ദോഷം കൊണ്ടൊന്നും സംഭവിച്ചതല്ല, അങ്ങനെ എന്തോ കാരണം കൊണ്ട് നമുക്ക് വന്നു. ഈ തവണ നമുക്ക് വ്രതം എടുക്കാൻ യോഗമില്ല, അടുത്ത തവണ നമുക്ക് വ്രതം എടുക്കാം എന്നുള്ള സങ്കല്പത്തിൽ മുന്നോട്ട് പോവുക. ഇതും ഭഗവാന്റെ ഒരു പരീക്ഷണമായിട്ട് കരുതുക. അതിൽ സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ, ചിലർ വളരെയധികം പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചില മഹാക്ഷേത്രങ്ങളിലെ പീരീഡ്സ് കാലത്ത് 12 കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ എന്നൊക്കെ നിർബന്ധം പറയുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ ചില ഏരിയകളിലുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ മാത്രം നിങ്ങൾ വ്രതം എടുത്ത് കയറുന്നതിന് 12 കഴിഞ്ഞിട്ടേ കയറാവൂ എന്നുള്ളതും ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ വിവരങ്ങൾ എന്ന് രാവിലെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുകയും ചെയ്യുന്നതാണ്. 5ാമത്തെ ചോദ്യം, കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും 1 കൊല്ലം ശിവരാത്രി വ്രതം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയില്ല. ശിവരാത്രി വ്രതം നമുക്ക് 1 കൊല്ലം തികയേണ്ട ആവശ്യമൊന്നുമില്ല. പരമാവധി 16 കഴിയുമ്പോൾ പുല എല്ലാം വീടും, നമുക്ക് പിന്നെ ക്ഷേത്രത്തിൽ പോകാം. ചിലയിടത്താണെങ്കിൽ 41 ദിവസം വരെ പുല ആചരിക്കുന്ന ചില ഇടങ്ങളുണ്ട്, ചില സമ്പ്രദായക്കാരുണ്ട്. അവർക്ക് ആ 41 കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാം, വ്രതങ്ങളെല്ലാം കൈക്കൊള്ളാം, എങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് 1 വർഷം വരെ നമ്മൾ വ്രതമൊന്നും എടുത്തുകൂടാ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, വ്രതം എടുക്കാവുന്നതാണ്. 6ാമത്തെ ചോദ്യം, ശിവരാത്രി ദിവസം 1 നേരം അരിയാഹാരവും മറ്റു നേരം ഗോതമ്പ് പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ്. ശിവരാത്രിയിൽ ഒരിക്കൽ ഊണ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഊണ് എന്ന് പറയുന്ന നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന കാര്യത്തിനാണ് ഊണെന്ന് പറഞ്ഞാൽ. രാത്രി സമയത്ത് നമ്മൾ കഴിക്കണമെങ്കിൽ അതിന് അത്താഴം എന്നാണ് പറയുന്നത്, അല്ലേ? ഒരിക്കൽ ഊണെന്ന് പറഞ്ഞാൽ ഒരിക്കൽ നേരം അരി കൊണ്ടുള്ള ആഹാരം എന്നാണ് അർത്ഥം വിധിയിൽ. അല്ല, മറ്റുള്ള സമയത്ത് ഗോതമ്പ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഊണെന്ന് തന്നെ ചിലപ്പം കാണില്ല, എല്ലാ നേരം അവർ ഗോതമ്പായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് അപ്പോഴും അവർക്ക് ഗോതമ്പ് കഴിക്കാം, അങ്ങനെയല്ലല്ലോ. അല്ലെങ്കിൽ അവർ ആ ഗോതമ്പ് മാറ്റിയിട്ട് ഊണ് കഴിക്കണം, അങ്ങനെയല്ല. നമ്മൾ 1 നേരം ഭക്ഷണം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അത് എടുക്കേണ്ടത്. അതിന് കഴിയാത്തവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോതമ്പോ പഴങ്ങളോ മറ്റോ ഒക്കെ കഴിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ശരിക്കും 1 നേരം ഭക്ഷണം എന്നുള്ള രീതിയാണ് ഇവിടെ അവലംബിക്കേണ്ടത്. പൂർണ്ണമായിട്ട് ഉപവാസം ചെയ്യുന്നവരുണ്ട്, ശിവരാത്രി ദിവസം വെള്ളം ഇറക്കാതെ വ്രതം എടുക്കുന്നവരുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലായി. അങ്ങനെ കഠിന വ്രതങ്ങളും ഉണ്ട്. 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ശിവരാത്രി ദിവസം വ്രതം എടുക്കുന്നവർ ശിവക്ഷേത്രത്തിൽ ചെന്ന് ഉറക്കമിളച്ചിരുന്ന യാമപൂജകളെല്ലാം തൊഴണമെന്ന് ഒരു ആചാര്യം പറയുന്നു. ഇത് ശരിയാണോ? ശിവക്ഷേത്രത്തിൽ ചെന്നിരുന്ന യാമപൂജകൾ കണ്ട് തൊഴുത് വ്രതം എടുക്കാൻ പറ്റുമെങ്കിൽ വലിയ പുണ്യമാണ് എന്നതാണ്. പക്ഷേ എല്ലാവർക്കും അതിന് കഴിഞ്ഞു എന്ന് വരില്ല. എന്ന് വെച്ചാൽ അവരുടെ വ്രതം വ്രതാവിലായി ഇല്ലാതായി പോയി എന്നൊന്നും അർത്ഥമില്ല. ക്ഷേത്രത്തിൽ പോയിരുന്ന് യാമപൂജകൾ കണ്ട് തൊഴാൻ ഭാഗ്യം സിദ്ധിച്ചവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർക്ക് വീട്ടിലിരുന്ന് അവർ ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിച്ച് ആ വ്രതം എടുക്കുക, അത്രയേ ഉള്ളൂ. ഒന്നിൽ ഗുണം ഒന്നിൽ കുറവെന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടതില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ് പ്രധാനം. ക്ഷേത്രത്തിൽ ചെന്നിട്ട് മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരുന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ വീട്ടിലിരുന്ന് നന്നായിട്ട് ജപിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അങ്ങനെ ഇരുന്ന് ജപിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. 8ാമത്തെ ചോദ്യം, വിധവകൾക്ക് ശിവരാത്രി വ്രതം എടുക്കാമോ എന്നുള്ളതാണ്. വിധവകൾക്കെന്നല്ല, ആർക്ക് വേണമെങ്കിലും ശിവരാത്രി വ്രതം എടുക്കാം. പുല വാലായ്മകളൊക്കെ ഉള്ളപ്പോൾ ആർത്തവ കാലയളവിലൊന്നും വ്രതം എടുക്കില്ല എന്നതേ ഉള്ളൂ. അല്ലാതെ ആർക്ക് വേണമെങ്കിലും അബാലവൃദ്ധം എല്ലാവർക്കും വ്രതം എടുക്കാവുന്നതേ ഉള്ളൂ. 9ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ശിവരാത്രി ദിവസം ചിലർ എള്ള് കിഴികെട്ടി ശിവക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുന്നതാണ്. എന്തിനാണ് ഇത് എന്നുള്ളതാണ്. ശിവരാത്രി ദിവസം എള്ള് ദാനം ചെയ്യുന്നത് വളരെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ശനിദോഷങ്ങൾ തീരാൻ, പിതൃദോഷങ്ങൾ മാറാൻ, അല്ലാതെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഉന്നമനങ്ങൾക്ക്, രോഗശമനത്തിന്, എല്ലാത്തിനും എള്ള് കിഴി എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് ആൾക്കാരിങ്ങനെ കൊണ്ടുവന്ന് നടക്കി വയ്ക്കുന്നത്. നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജകളിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട്
ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുക. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുക. അങ്ങനെ ഇതിനെ പ്രയോജനപ്പെടുത്തുക കേട്ടോ. 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ശിവരാത്രി വ്രതം എടുത്തിട്ട് വ്രതം മുറിക്കാൻ അമ്പലത്തിൽ തന്നെ പോകണം എന്നുള്ളത് നിർബന്ധമാണോ? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അമ്പലത്തിൽ പോയി വ്രതം മുറിക്കാൻ പറ്റുന്നവർക്ക് ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം, ഇത്തവണ തിങ്കളാഴ്ചയാണല്ലോ, തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് വീട്ടിൽ തുളസിയിലിട്ട വെള്ളം കുടിച്ച് വ്രതം മുറിക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ഓം ഗംഗായ നമഃ എന്നുള്ള മന്ത്രമോ ഓം ഗംഗായെ വിശ്വമുഖ്യേ നാരായണീയ നമോസ്തുതേ എന്നുള്ള മന്ത്രമോ, ഈ പുണ്യാഹം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ പുണ്യാഹ മന്ത്രം ജപിച്ച് പുണ്യാഹം ഉണ്ടാക്കി തീർത്ഥം സേവിക്കുക. അങ്ങനെ വിവിധങ്ങളായ രീതിയുണ്ട്. ഓം നമഃ ശിവായ ജപിച്ച് ജലം കുടിച്ചാലും മതി വ്രതം മുറിക്കാൻ. 11ാമത്തെ ചോദ്യം: ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയാൽ അത് ദോഷകരമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു, ശരിയാണോ? ഇതിനെക്കുറിച്ച് തൊട്ട് മുമ്പ് ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. ഈ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് ഉറക്കളപ്പ് അതിൻ്റെ ഒരു ഭാഗമാണ്. എങ്കിലേ ആ വ്രതത്തിൻ്റെ പൂർത്തീകരണം കിട്ടുള്ളൂ. പക്ഷേ അറിയാതെയൊക്കെ അങ്ങ് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടുന്ന ആ പുണ്യം പൂർണ്ണമായിട്ട് കിട്ടില്ല എന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അത്രയും നേരം എടുത്ത വ്രതത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. ഉറങ്ങിപ്പോയത് കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ആ വ്രതത്തിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് ദോഷം വരുന്നില്ല. ദോഷം എങ്ങനെയാണ് വരിക? നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടേണ്ടിരുന്ന കാര്യം പൂർണ്ണമായിട്ട് കിട്ടില്ല, കുറഞ്ഞുപോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട 11 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. അതെല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇനി നമ്മുടെ തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എപ്പിസോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.